ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഉടൻ മാറ്റുമെന്ന് റിപ്പോർട്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുടക്കം കുറിച്ചിരിക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് അനൗപചാരിക ചർച്ചകളും സമവായ സാധ്യതയോ തുടങ്ങിയെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ തന്നെയാകും അധ്യക്ഷനെന്ന സൂചനയാണ് അണികൾക്ക് കെ. സുരേന്ദ്രൻ നൽകുന്നത്. ഇതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകൾ. പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ സജീവ ചർച്ചകൾ നടക്കുന്നുവെന്ന് തന്നെയാണ് മറുനാടനും ലഭിക്കുന്ന സൂചനകൾ. ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ബി.ജെ.പിയിൽ നടക്കുക. അതിനുശേഷം മണ്ഡലം, ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ജനുവരി അവസാനമാകും. ഫെബ്രുവരിയോടെ മാത്രമേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കൂ. ഇതിൽ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം നോമിനേറ്റ് ചെയ്യും. സമാനമായി ജില്ലാ അധ്യക്ഷന്മാരെയും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എത്തിയ ശേഷമേ ജില്ലാ പ്രസിഡന്റുമാർ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ എം.ടി. രമേശിന് അനുകൂലമായി സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്നാണ് സൂചനകൾ എന്നാണ് മാതൃഭൂമിയിൽ പ്രവീൺ കൃഷ്ണന്റെ റിപ്പോർട്ട്. രമേശിന് അനുകൂലമായി അന്തിമഘട്ടത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നുവരാം. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും എം.ടി. രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ്. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയാകുമെന്ന് പറയുന്നു. മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കും. സംസ്ഥാന അധ്യക്ഷ പദവി ലഭ്യമാക്കി പാർട്ടിയിൽ ചരടുവലികൾ ഉണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനം എടുക്കുക. ആര് അധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലും നടത്തുന്നുണ്ട്. കേരളത്തിലെ RSS നേതൃത്വവുമായും ചർച്ച നടത്തും. ഇതിനുശേഷമാകും അന്തിമ തീരുമാനം. RSS തീരുമാനവും അതിനിർണായകമാകും. കേരള ബി.ജെ.പിയിൽ വൻ പൊളിച്ചുപണി നടക്കും എന്നാണ് സൂചന. സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ സംസ്ഥാന കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം ഇരട്ടിയിലധികമാകും. 31 ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉണ്ടാകും. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ചാണ് ഓരോ ജില്ലയാക്കുക. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കുക. ഇക്കാര്യത്തിൽ എല്ലാം ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം ഉടനുണ്ടാകും.